ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലീന റോയ് ഫ്രം LR ബൊട്ടിക് കൊമ്പിടിഞ്ഞാമക്കൽ. ഇന്ന് നമുക്ക് വീണ്ടും ഒരു ബാഗിന്റെ കളക്ഷനുകൾ കാണാം. ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം. ഫസ്റ്റ് കാണിക്കുന്ന ബാഗ് നമുക്ക് ഇതുപോലെ ഷോൾഡർ ബാഗ് ആയിട്ടും ഇടാൻ പറ്റും. അതല്ലെങ്കിൽ ഒരു സൈഡിൽ മാത്രം ഇടാൻ പറ്റുന്ന ബാഗാണ് ഇതാ. ഇങ്ങനെയാണ്, ക്രീമും കാപ്പിപ്പൊടി കളറും ആണ് ഇതിന്റെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത്. നല്ല ലെങ്തിലുള്ള സ്ലിംഗ് ആണ്. ഇതും അംബിക ബ്രാൻഡിന്റെ തന്നെ ബാഗാണ്. ഇതിന്റെ ഇതുപോലെ ഒരു സിബ് തുറന്നു കഴിയുമ്പോൾ ഇതിന്റെ ഉള്ളിൽ ഉള്ളൊരു പോക്കറ്റ്. ഇതിൽ നമുക്ക് എങ്ങോട്ടെങ്കിലും യാത്ര പോകുമ്പോൾ മൊബൈലും പൈസയും അങ്ങനത്തെ ഒക്കെ മാത്രം ഇട്ട് പോവാൻ പറ്റുന്ന തരാണ്. എന്തെങ്കിലും മേക്കപ്പിന്റെ സാധനങ്ങൾ അത് മാത്രം ഇടാവുന്നതാണ്. ഉള്ളിൽ വേറൊരു സിബ് ഉണ്ട്. പിന്നെ ഇതിന്റെ ബാക്ക് സൈഡില് ഇതുപോലെ ഒരു പോക്കറ്റ് ഉണ്ട്. ഇത് നമുക്ക് ഒരു ജൂട്ടിന്റെ ഫിനിഷ് പോലെ തോന്നും, പക്ഷെ ഇത് ക്ലോത്തിൽ വന്നിരിക്കുന്ന മെറ്റീരിയൽ ആണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 280, 280. ഇപ്പൊ ആദ്യം കാണിക്കുന്ന ഈ കളറ് ക്രീമിൽ തന്നെ ഒരു കാപ്പിപ്പൊടി കളർ നൂലും കൂടി ഇങ്ങനെ പോയതുപോലെയാണ്. പിന്നെ മുകൾ വശം കോഫി ബ്രൗൺ ഷെയ്ഡ്. ഇനി വരുന്ന ഷെയ്ഡ് എന്ന് പറയുന്നത് ഇതാ ഒരു ബ്ലൂവും ടാൻ ബ്രൗൺ ഷെയ്ഡും ഇതുപോലെ. പിന്നെ വരുന്ന ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത് അതിൽ കുറച്ചും കൂടി ഡാർക്ക് നേവി ബ്ലൂവിന്റെ ഷെയ്ഡും ടാൻ ബ്രൗണും. അപ്പൊ ഇങ്ങനെ 3 ഷെയ്ഡുകളിലാണ് ഈ ബാഗുകൾ അവൈലബിൾ ആയിരിക്കുന്നത്. ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് 280 ഇരിക്കുന്നത്. ഞാൻ പ്രീവിയസ് വീഡിയോയില് കാണിച്ചിരുന്ന ക്രോസ് ചെയ്ത് ഇടാൻ പറ്റുന്നത് ഇതുപോലെ നമുക്ക് ക്രോസ് ചെയ്തും ഇടാം, അതല്ലെങ്കിൽ ഒരു വൺ സൈഡിൽ മാത്രം ഇടാൻ പറ്റുന്ന ബാഗുകളാണ് ഇത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ കാണിച്ചിരുന്നു. ഇത് പ്രത്യേകിച്ച് ബ്രാൻഡഡ് ബാഗുകളൊന്നുമല്ല, പക്ഷെ നല്ല മെറ്റീരിയലും നല്ല ബാഗുമാണ്. നല്ലതുപോലെ സ്പേസ് ഉണ്ട്. ഇത് പുറത്ത് ഇതിന് ഒരു സിബ് ഉണ്ട്. ഇതാ ഇതില് ഈ ഫ്ലാപ്പുമ്പോ തന്നെ ഒരു സിബ് ഉണ്ട്. അത് കൂടാതെ ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതാ ഇതില് ഇത്രയും സ്പേസ് ഉണ്ട്. പിന്നെ ഇതിന്റെ ഉള്ളില് 2 കള്ളിയാണ്. ഇതില് നമുക്ക് ഒരു 3 ഫോൾഡിന്റെ കുടയൊക്കെ വെക്കാൻ പറ്റും. പിന്നെ 500 ml വെള്ളം കുപ്പിയും ഇതിൽ കൊള്ളും. ഇത് നല്ല വലിപ്പമുള്ള ബാഗാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 500 രൂപ. ഇതിന്റെ കളർ കോഫി ബ്രൗൺ ഷെയ്ഡിൽ തന്നെ ഇങ്ങനെ ഒരു മാർബിൾ പോലെ ഇങ്ങനെ ഒരു ഡിസൈൻ നിങ്ങൾക്ക് കാണുന്നില്ലേ, അങ്ങനത്തെ ഡിസൈനിൽ വന്നിരിക്കുന്നതാണ്. ഇതുപോലെ വീതിയുള്ള സ്ട്രാപ്പ് ആണ്. നല്ല ബാഗാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. ബ്രാൻഡഡ് അല്ലാന്നുണ്ടെങ്കിലും നല്ല ബാഗുകളാണ്. ഇതിന്റെ ബാക്ക് സൈഡിലും ഒരു സിബ് ഉണ്ട്, ഒരു പോക്കറ്റ് ഇവിടെയുണ്ട്. അപ്പൊ ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 500 രൂപ, 500. ഇതിൽ ഫസ്റ്റ് കാണിച്ച കളറ് കോഫി ബ്രൗൺ ഷെയ്ഡ് ആണ്. അടുത്ത ഒരു ഷെയ്ഡ് അവൈലബിൾ ആയിട്ടുള്ളത് ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡാണ്. അപ്പൊ ഇങ്ങനെ 2 ഷെയ്ഡുകളിലാണ് ഈ ബാഗ് അവൈലബിൾ ആയിരിക്കുന്നത്. ഇതിന്റെ രണ്ടിന്റെയും റേറ്റ് വന്നിരിക്കുന്നത് 500 രൂപ. ബാഗ് വന്നിരിക്കുന്നതും ഇതും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നതാണ്. ഈ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ബാഗുകൾ വീണ്ടും എന്തുകൊണ്ടാണ് കാണിക്കുന്നത് വെച്ചാൽ കുറെ പേര് ഇത് വീണ്ടും വീണ്ടും ചോദിച്ചായിരുന്നു. അപ്പൊ എന്റെ കയ്യിലത്തെ സ്റ്റോക്ക് മുഴുവൻ തീർന്നത് കൊണ്ടാണ് ഞാൻ ഈ ബാഗുകൾ വീണ്ടും വീണ്ടും കൊണ്ടുവന്നത്. അപ്പൊ ഇത് കാറ്ററിന്റെ ബാഗാണ്. ഇതും പ്രസ് ബട്ടൺ, ഇത് ഓപ്പൺ ചെയ്യുക. ഇതിന്റെ ഉള്ളിൽ രണ്ട് പോക്കറ്റ് ആണ് ഇതിന്റെ ഉള്ളിലുള്ളത്. ഇതുപോലെ വീതിയുള്ള സ്ട്രാപ്പ് ആണ്. ഇത് നല്ലൊരു കോഫി ബ്രൗൺ ഷെയ്ഡാണ്. ഇതിന്റെ പുറമെ ഇങ്ങനെ ഒരു പോക്കറ്റ് ഉണ്ട്. അത് കൂടാതെ ബാക്ക് സൈഡിലും ഇതുപോലെ ഒരു സിബും ഒരു പോക്കറ്റും ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഇതാ നമുക്ക് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോഴാണ് നിങ്ങൾക്ക് ആ ഫീല് മനസ്സിലാവുള്ളൂ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല നല്ല ബാഗുകളാണ്. നല്ല ക്വാളിറ്റി ഉള്ള ബാഗാണ്. കാറ്ററിന്റെ ബാഗാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ, ഞാൻ പറയേണ്ട കാര്യമില്ല. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 650. ഇനി ഇതില് തന്നെ ഇതിപ്പോ ഫസ്റ്റ് കാണിച്ചത് ഒരു കോഫി ബ്രൗൺ ഷെയ്ഡാണ്. നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ഒരു ടാൻ ബ്രൗൺ ഷെയ്ഡാണ്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ബ്ലാക്ക് ഷെയ്ഡാണ്. ഇങ്ങനെ 3 ഷെയ്ഡുകളിലാണ് ഈ ബാഗുകൾ അവൈലബിൾ ആയിരിക്കുന്നത്. ഇതിന്റെ എല്ലാം റേറ്റ് വന്നിരിക്കുന്നത് 650, 650. ബാഗ് ഞാൻ കുറെ മുമ്പ്, ഏകദേശം ഒരു 1.5-2 മാസം മുമ്പ് ഞാൻ കാണിച്ചിരുന്ന ഒരു ബാഗായിരുന്നു ഇത്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബാഗാണ്. ഇതിന് 3 കളി, ഇവിടെ ഒരു ചുളുക്ക് പോലെയാണ് ഇതിന്റെ ഡിസൈൻ വന്നിരിക്കുന്നത്. ഫ്രണ്ട് ഭാഗമാണ് ഇത്. ബാക്ക് സൈഡിലും അതുപോലെ തന്നെ ഒരു ചുളുക്ക്. ഇതിന് 3 കള്ളികളാണ് ഉള്ളത്. ഇതാ ഇവിടെ ഒരു സിബ്, ഇവിടെ നടുവിൽ ഒരു സിബ്, ഇവിടെ ഒരു സിബ്. ഇങ്ങനെ 3 സിബിലാണ് ഈ ബാഗ് വന്നിരിക്കുന്നത്. ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ കുറെ കളറുകളും കാണിച്ചായിരുന്നു, കുറെ ക്വാണ്ടിറ്റിയും കാണിച്ചായിരുന്നു. എന്നിട്ടും ആളുകൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ബാഗാണ് ഇത്. ഇത് നല്ല ബാഗാണ്, നല്ല കംഫർട്ടബിൾ ആണ്. ഞാൻ ഇങ്ങനെ പിടിച്ചു കാണിക്കുന്നത് അത് അത്രയും സോഫ്റ്റ് ആണെന്നാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോ ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 625. ഇപ്രാവശ്യം ഞാൻ പർച്ചേസിന് ചെന്നപ്പോ ഇതില് ആകെ ഉള്ളത് ബ്ലാക്കും
ഇപ്പൊ കാണിച്ചത് ഒരു ജെറ്റ് ബ്ലാക്ക്, പിന്നെ വന്നിരിക്കുന്നത് ഒരു ഗ്രേ ഷെയ്ഡാണ്. ഇങ്ങനെ 2 ഷെയ്ഡുകളിൽ വളരെ തുച്ഛമായ പീസാണ് കിട്ടിയിട്ടുള്ളൂ. അപ്പോ ഒരുപാട് കസ്റ്റമേഴ്സ് അത് ചോദിച്ചത് കൊണ്ട് ഞാൻ ഈ 2 കളറ് കുറവ് പീസുകളെ ഉള്ളൂ എന്നുണ്ടെങ്കിലും ഞാനത് എടുത്തിട്ട് വന്നതാണ്. അപ്പൊ ഇങ്ങനെ 2 ഷെയ്ഡിലാണ് ഇത് അവൈലബിൾ ആയിരിക്കുന്നത്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 625, 625. ഈ ബാഗ് വന്നിരിക്കുന്നത് ഇതിന് ഒരുപാട് ലെങ്ത്തിൽ ഇടാനുള്ള, ഷോൾഡറിൽ കുറെ ലെങ്ത്തിൽ കിടക്കുന്ന ബാഗ് അല്ല കേട്ടോ. ഇതിന്റെ ലെങ്ത് ഇങ്ങനെയാണ് ഇതിന്റെ ലെങ്ത് വരുന്നത്. ഇത് നമുക്കിതാ ഇതുപോലെ ഷോൾഡറിൽ ഇടാം. ഈ ബാഗ് ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ വേറൊരു തരം ബാഗ് കാണിച്ചായിരുന്നു. ഇതുപോലത്തെ ബാഗ്. ഇതിന് 650 രൂപയായിരുന്നു റേറ്റ്. ഈ ബാഗിന്റെ അത്ര വലിപ്പം ഇല്ല, ഇതിനേക്കാൾ വലിപ്പം കുറവാണ്. ഞാൻ വെച്ച് കാണിച്ചു തരാം. കണ്ട, ഈ ബാഗിനേക്കാൾ ഇത്രക്ക് നീളം കുറവാണ്. നീളവും കുറവുണ്ട്, പിന്നെ വീതിയിലും. അപ്പോൾ ഈ ബാഗിന്റെ അത്രക്ക് താഴേക്ക് നീളം ഇല്ല, അതിനേക്കാൾ നീളം കുറഞ്ഞതാണ് ഈ ബാഗ്. അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനത് വെച്ച് കാണിച്ചത് കേട്ടോ. ഇത് നമുക്ക് ജോലിക്കാർക്ക് പോകുന്നവർക്ക് എല്ലാം കൊണ്ടുപോകാൻ പറ്റുന്ന നല്ല ലെതർ അല്ല, പക്ഷെ നല്ല ഫോം ആണ് ഇതിന്റെ. ഇതും നല്ലതുപോലെ ലാസ്റ്റ് ചെയ്യുന്ന ബാഗാണ്. ഇതിന്റെ ഫ്രണ്ട് സൈഡ് വന്നിരിക്കുന്നതാണ് പകുതി ബ്ലാക്ക്, പകുതി ഒരു എന്താ കളർ പറയാ, ഒരു കാപ്പിപ്പൊടി കളറിന്റെ ഒക്കെ. നമുക്ക് ഇതുമ്മ ടച്ച് ചെയ്യുമ്പോൾ വെൽവെറ്റുമൊക്കെ ടച്ച് ചെയ്യുന്ന ഒരു ഫീല് തോന്നും. പക്ഷെ അത് ഇങ്ങനത്തെ ടൈപ്പ് ഒരു റെക്സിനാണത്. നല്ല ക്വാളിറ്റി ഉള്ള ബാഗാണ്. ഇതിന്റെ സെന്ററിൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിന് 2 കള്ളിയാണ്. ഇതൊരു കള്ളി, ഇതൊരു പോർഷൻ. ഇതിലൊക്കെ നല്ലോണം സ്പേസ് ആണ്. നമുക്ക് 3 ഫോൾഡിന്റെ കൊട, വെള്ളം കുപ്പി, നമ്മളുടെ എന്തെങ്കിലും പുസ്തകങ്ങള്, ബുക്ക്, എല്ലാ സാധനങ്ങളും നമുക്ക് ഇതിൽ വെക്കാൻ പറ്റുന്ന നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാഗാണ്. ഇത് കൂടാതെ ഇതിന്റെ ബാക്ക് സൈഡിലും ഒരു കള്ളിയുണ്ട്. ഇതിലും നമുക്ക് പൈസ വെക്കാം. അപ്പോ ഇതിന്റെ വ്യൂ വരുന്നത് ഇതുപോലെയാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 480, 480. ഇനി നമുക്ക് ഇതിൽ വന്നിരിക്കുന്ന വേറെ ഷെയ്ഡാണ്. ഇപ്പൊ ഫസ്റ്റ് കാണിച്ചത് ബ്ലാക്ക് വിത്ത് കോഫി ബ്രൗൺ ഷെയ്ഡ് ആണെങ്കിൽ, നെക്സ്റ്റ് ബ്ലാക്ക് വിത്ത് ഒരു ബ്ലൂ ഷെയ്ഡ്, പിന്നത്തത് ഒരു കോഫി ബ്രൗൺ വിത്ത് ഒരു ടാൻ ബ്രൗൺ. ഇങ്ങനെ 3 ഷെയ്ഡുകളിലാണ് ഈ ബാഗുകൾ അവൈലബിൾ ആയിരിക്കുന്നത്. ഇതിന്റെ എല്ലാം റേറ്റ് വന്നിരിക്കുന്നത് 480, 480 വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ ഇതിന്റെ ആ ഒരു ലുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു സൂപ്പർ ബാഗ് ആണെന്നുള്ളത്. ഇത് കാറ്റർ കമ്പനിയുടെ തന്നെ പ്രോഡക്റ്റ് ആണ്. ഇതിന്റെ താഴ്വശം കണ്ടോ, ഇങ്ങനെ 2 പീസായിട്ടാണ് നിൽക്കുന്നത്. ഇതുപോലെ ഇതാണ് ഇതിന്റെ ഫ്രണ്ട് സൈഡ്. ഇതിന്റെ ഇവിടെ ഒരു പോർഷൻ, ഇതിൽ നമുക്ക് വെള്ളം കുപ്പി വെക്കാൻ പറ്റും, അതുപോലെ തന്നെ 3 ഫോൾഡിന്റെ കൊട വെക്കാൻ പറ്റും. ഇപ്പുറത്തെ സൈഡിലും അതുപോലെ തന്നെ ഒരു കള്ളി. ഇനി ഈ 2 പോക്കറ്റിന്റെ നടുവിൽ വേറൊരു ചെറിയൊരു പോർഷൻ ഇതുപോലെ പ്രസ് ബട്ടൺ വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിലേക്കും നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ ഇങ്ങോട്ട് ഇറക്കി വെക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇത് കൂടാതെ ഇതിന്റെ ബാക്ക് സൈഡിൽ വന്നിരിക്കുന്ന വീണ്ടും ഒരു പോക്കറ്റ് ഉണ്ട്. ഇതൊക്കെ ഇതിന് നീളത്തിലിടാനുള്ള സ്ലിംഗ് ഇല്ല, ഷോൾഡറിൽ മാത്രമാണ് ഈ ബാഗ് ഇടാൻ പറ്റുള്ളൂ. ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമ്മൾക്ക് ഒരു ബ്രാൻഡഡ് ബാഗുകളുടെ നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്ക് തരുന്ന ഒരു ബാഗാണ്, ഒരു റോയൽ ലുക്കാണ് ഇതൊക്കെ. ഇതിന്റെയൊക്കെ കണ്ടോ, ഇതൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള നല്ല നല്ല ബാഗുകളാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 1150, 1150. ഇത് കാറ്ററിന്റെ ബാഗാണ്, അതുകൊണ്ടാണ് അതിന് പ്രൈസ് ഡിഫറൻസ് വന്നിരിക്കുന്നത്. ഇപ്പൊ ആദ്യം കാണിച്ച കളർ എന്ന് പറയുന്നത് നല്ലൊരു കോഫി ബ്രൗൺ ഷെയ്ഡ് ആണെങ്കിൽ, അടുത്ത കളർ എന്ന് പറയുന്നത് നല്ലൊരു മൗ ഷെയ്ഡ്. ഇതിലൊരു പിങ്കിന്റെ ഒരു ടിന്റ് കൂടുതലായിട്ട് നിൽക്കുന്നുണ്ട്. നല്ലൊരു ഷെയ്ഡാണ്. ഇങ്ങനെ 2 ഷെയ്ഡുകളിലാണ് ഈ ബാഗുകൾ അവൈലബിൾ ആയിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ എല്ലാം റേറ്റ് വന്നിരിക്കുന്നത് 1150, 1150. ബാഗ് വന്നിരിക്കുന്നത്, ഇനി ഞാൻ കാണിക്കുന്നത് സിംഗിൾ പീസുകളായിട്ട് 3-4 ബാഗുകൾ ഉണ്ട്. അത് മാത്രമാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പം ഇത് ഒരു സിംഗിൾ പീസിൽ വന്നിരിക്കുന്ന ഒരു ബാഗാണ്, ചെറിയ ബാഗാണ്. ഇതിന് ഫ്രണ്ടില് ഇവിടെ ഒരു സിബ്, അത് കൂടാതെ ഇവിടെ ഒരു പോക്കറ്റ്, ഇവിടെ ഒരു പോക്കറ്റ്. പിന്നെ ഇനി ഇത് സ്ലിങ് സൈഡിൽ ഇടാൻ, ബാക്ക് സൈഡിലും ഒരു പോക്കറ്റ് ഉണ്ട് കേട്ടോ. സൈഡിൽ സ്ലിങ് ആയിട്ട് ഇടാൻ ഇതുപോലെ വീതിയുള്ള സ്ട്രാപ്പാണ്. ഇത് 2 വശത്തും കൊളുത്തിയിട്ടാൽ മതി. ഇത് നല്ല കുട്ടികൾക്കായാലും, അതായത്
യൂത്ത് കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഇങ്ങനെ ക്രോസ് ചെയ്തും ഇത് ഇടാൻ പറ്റും, അതല്ലെങ്കിൽ ഒരു സൈഡിൽ ഇടാൻ പറ്റുന്നതാണ്. ഇനി അതങ്ങനെ ക്രോസ് ചെയ്യണ്ടെന്ന് വെച്ചാല് ഇത് ഇങ്ങോട്ട് മാറ്റി വെച്ചാൽ ഇത് നമുക്ക് കയ്യിൽ പിടിക്കാൻ പറ്റുന്നതുമാണ്. ഇതിന്റെ ഷെയ്ഡ് വരുന്നത് ഒരു പീച്ചും പിങ്കും കൂടി കലർന്നൊരു ഷെയ്ഡാണ്. ഫ്രണ്ടിൽ ഇതുപോലത്തെ ഒരു സ്പോഞ്ച് പോലെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഒരു ബബിള് പോലെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഒരു ഡിസൈൻ ആണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 390. ഇതും ഒരു സിംഗിൾ പീസ് ബാഗാണ്. മുമ്പ് ഞാൻ കാണിക്കാറുള്ള ബ്രാൻഡിന്റെ ഫ്ലോണ്ടിറ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഒരു ബാഗാണ്. ഇതുപോലെ നമുക്ക് ഷോൾഡർ ബാഗ് ആയിട്ട് ഉപയോഗിക്കാം. ചെറിയ ബാഗാണ്. ഇതിൽ 5 ഫോൾഡിന്റെ കുട മാത്രമേ കൊള്ളുള്ളൂ, 3 ഫോൾഡിന്റെ കുട കൊള്ളില്ല. ഇത് ഒരു ഫ്ലാപ്പ്. ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഫ്രണ്ടിൽ ഇവിടെ ഒരു പോക്കറ്റ് ഉണ്ട്. അതുകൂടാതെ ഇവിടെ ഒരു പോക്കറ്റ് ഉണ്ട്. പിന്നെ നമുക്ക് സെന്ററിൽ വീണ്ടും ഒരു പോക്കറ്റ് ഉണ്ട്. ബാക്ക് സൈഡിലും ഒരു പോക്കറ്റ് ഉണ്ട്. അപ്പൊ ഇതുപോലെ ഇത്രയ്ക്ക് പോക്കറ്റുകളാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇതൊരു ചെറിയൊരു ബാഗായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ബാഗാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 420, 420. ഇതിന്റെ കളർ പറയുകയാണെങ്കിൽ ഒരു ലൈറ്റ് ഗ്രീനിന്റെ ഷെയ്ഡാണ് വരുന്നത്. ഇത് ഒരു സിംഗിൾ പീസ് ബാഗാണ്. ബെക്സ്ലി എന്ന് പറയുന്ന കമ്പനിയുടെ ബ്രാൻഡ് ബാഗാണിത്. ഇത് ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡാണ്. ഇതുപോലെ ഒരു വള്ളിയാണ് ഇതിന് വന്നിരിക്കുന്നത്. ഇത് സ്ലിങ് ഇല്ല കേട്ടോ, നീളത്തിലിടാനുള്ള സ്ലിങ് ഇല്ല. ഇത് വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഇതുപോലെ ഇടാൻ പറ്റുന്ന ബാഗാണ്. ഇതിന്റെ ഫ്രണ്ട് പോർഷൻ വന്നിരിക്കുന്നത് ഇതുപോലെയാണ്. ഇതിന്റെ ഫ്രണ്ടിലത്തെ പോർഷൻ ഇതൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടി ഒരു ചങ്ങല ഇവിടെ തൂക്കിയിട്ടിരിക്കുന്നതാണ്. പിന്നെ ഇതിന്റെ ബാക്ക് സൈഡിലും ഒരു പോക്കറ്റ് ഉണ്ട്. പിന്നെ സെന്ററിൽ ഈ സിബ് തുറന്നു കഴിയുമ്പോണ്ടല്ലോ നല്ല സ്പേഷ്യസ് കണ്ട, നല്ല വിസ്താരമുള്ള ഒരു ബാഗാണിത്. ഇതിന്റെ ഉള്ളില് ഒരു സെന്ററിൽ ഒരു പോക്കറ്റ്, സിബ് ഈ ഒരു പോക്കറ്റും ആയിട്ട് വേറെ ഉണ്ട്. എന്നിട്ട് 2 കള്ളി അപ്പുറത്തും ഇപ്പുറത്തും. പിന്നെ അത് കൂടാതെ ഇതിന്റെ 2 സൈഡിലും വീണ്ടും സിബും ഉണ്ട്, പോക്കറ്റും ഉണ്ട്. ഇപ്പുറത്ത് 2 സൈഡിലും അങ്ങനെയുണ്ട്. നല്ല കംഫർട്ടബിൾ ആണ്. നല്ലതുപോലെ നമുക്ക് സാധനങ്ങൾ കൊള്ളും. നമ്മൾ എങ്ങടെങ്കിലും യാത്ര പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ജോഡി 2 ജോഡി ഡ്രസ്സ് നമുക്ക് ഇതിൽ വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള ബാഗാണ്. പിന്നെ ഇതിന്റെ ഈ സൈഡ് ഉണ്ടല്ലോ, ഈ സൈഡ് ഇങ്ങനെ ഒതുങ്ങി നിൽക്കാൻ ഇവിടെയും ഒരു പ്രസ് ബട്ടൺ ഉണ്ട്, ഇവിടെയും ഒരു പ്രസ് ബട്ടൺ ഉണ്ട്. അപ്പൊ ഇത്രയാണ് ഇതിന്റെ സ്പെസിഫിക്കേഷൻ. ഇതുമേ ഒരു തരം ഇങ്ങനെ ഒരു സൂം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതിരിക്കുന്നത് കണ്ട, അങ്ങനെ ഒരു കള്ളിയാണ് ഇതിലത്തെ ഡിസൈൻ വന്നിരിക്കുന്നത്. നല്ല മെറ്റീരിയൽ ആണ്, ബ്രാൻഡഡ് ബാഗാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 1350, 1350. ഇതും ഒരു സിംഗിൾ ബാഗാണ്. ഇത് കിഷ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിന്റെ ബാഗാണ്. ഇതിന്റെ ഈ വാറൊക്കെ കണ്ടോ പിടിക്കാനുള്ളത്, ഇതുപോലെ ഇങ്ങനെ മുടി മടയന പോലെ മടഞ്ഞു വെച്ചിട്ട് പരന്നിരിക്കുന്നതല്ല, ഉരുണ്ട വാറാണ്. ഇത് ഇങ്ങനെയും വേണമെങ്കിൽ പിടിക്കാം. അതല്ല എങ്കിൽ ഇതിനിതാ നീളത്തിൽ ഇടണമെങ്കിൽ അങ്ങനെ അതിന് പറ്റിയ സ്ലിങ്ങും ഉണ്ട്. ഇതൊക്കെ മെറ്റീരിയൽ നല്ല സൂപ്പർ മെറ്റീരിയൽ ആണ് കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല മെറ്റീരിയൽ. ഇതിന്റെ ബാക്ക് സൈഡിൽ ഇതുപോലെ ഒരു പോർഷൻ ഉണ്ട്. ഫ്രണ്ട് സൈഡില് ഫ്രണ്ട് സൈഡിലത്തെ ഡിസൈൻ വരുന്നത് ഇങ്ങനെ. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ ഞാട്ടിയിട്ടിട്ടുണ്ട്. പിന്നെ ഇനി ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോ ഇങ്ങനെയാണ് ഇത് ഇരിക്കുക. ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും ഇതിന്റെ ഉള്ളിൽ 2 പോക്കറ്റ് ആണ്. ഇത് നല്ല സ്പേഷ്യസ് ആയിട്ടാ കണ്ട, ഒരു കള്ളി തുറക്കുമ്പോ തന്നെ ഇതിൽ എന്തുമാത്രം സ്പേസ് ആന്ന് നോക്ക്. ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു പോക്കറ്റ് ഉണ്ട്, ഇത് ഒരു പോക്കറ്റ് ഉണ്ട്. അപ്പൊ ഇതിൽ എത്ര കള്ളിയാ നോക്ക്, 1 2 3 കള്ളിയുണ്ട്, 2 പോക്കറ്റ് ഉള്ളതും ഉണ്ട്. ഇത് കൂടാതെ ഇതിന്റെ സൈഡിൽ വീണ്ടും വേറൊരു പോർഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു പോക്കറ്റും ഉണ്ട്. ഇത്ര നല്ല സ്പേഷ്യസ് ആണ്. നമുക്ക് നല്ലതുപോലെ ഇതിലും സാധനങ്ങൾ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ബാഗാണ്. ഇതിന്റെ കളർ വന്നിരിക്കുന്നത് ഇതൊരു ഇംഗ്ലീഷ് കളറാണ്. ഇംഗ്ലീഷ് കളറിൽ വന്നിരിക്കുന്ന ഒരു കളറാണ്. നല്ല ബാഗാണ്. അതുപോലെ ഇത് കിഷ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ബാഗാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 1420, 1420. നമുക്ക് കുറച്ച് പേഴ്സായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ചെറിയൊരു എന്താ പറയാ, ചെറിയൊരു ബാഗ് പോലെ പിടിക്കണമെങ്കിൽ അങ്ങനെയും പിടിക്കാൻ പറ്റും. അപ്പൊ ഞാനിത് കാണിച്ചു തരാം. ഫസ്റ്റ് വന്നിരിക്കുന്നത് ഒരു മൗ ഷെയ്ഡിലുള്ളതാണ്. ഇതിന്റെ ഈ ഫ്ലാപ്പിൽ വന്നിരിക്കുന്നതാണ് ഇതുപോലെ ഒരു ചെക്ക് കുഞ്ഞ് ചെക്കുകള്. എന്നിട്ട് ബാക്ക് സൈഡ് വന്നിരിക്കുന്നത് ഇതുപോലെയാണ്. ഇതിന്റെ ഇവിടെ ഒരു പോക്കറ്റ് ഉണ്ട്. പിന്നെ ഇത് നമുക്ക് ഇങ്ങനെ കയ്യിൽ പിടിക്കണമെങ്കിൽ ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് പോവാം. അതല്ല തൂക്കി പിടിക്കണം എന്നുണ്ടെങ്കിൽ കണ്ടോ, ഈ വാറ് ഇങ്ങനെ പിടിച്ചാൽ ഇതുപോലെ നമുക്ക് പിടിക്കാം.
അപ്പോ ഇതുപോലെ നമുക്ക് പിടിക്കാൻ പറ്റും. ഇനി ഇങ്ങനെ പിടിക്കണ്ടെന്നുണ്ടെങ്കിൽ ഇതാ ഈ വാറ് ഇതിങ്ങനെ നീക്കി വെച്ചാല് ഇതാ ഇങ്ങനെ ഇരിക്കും. അപ്പൊ നമുക്കിത് കയ്യിലും പിടിക്കാം, ഇങ്ങനെയും പിടിക്കാൻ പറ്റും. ഇനി ഇത് പ്രസ് ബട്ടൺ ആണ്. ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ ഉള്ളില് ഒരു സിബ് ഇട്ടിട്ടുള്ള ഒരു പോക്കറ്റ്, അതിനുശേഷം ഇതൊക്കെ ഇതില് സ്പോഞ്ചുകൾ ഇവർ വെച്ചിരിക്കുന്നതാട്ടോ. ഇത് എടുത്തു കഴിഞ്ഞ് ഇവിടെ ഒരു കള്ളി, ഇവിടെ വേറൊരു കള്ളി. ഈ കള്ളിയില് നമുക്ക് വീണ്ടും കാർഡുകൾ, എന്തെങ്കിലുമൊക്കെ കാർഡുകൾ വെക്കാനുണ്ടെങ്കിൽ നമുക്ക് വെക്കാൻ പറ്റും. അതിനുശേഷം വീണ്ടും ഇപ്പുറത്തൊരു കള്ളി. അപ്പൊ ഇത്രയ്ക്കും. പിന്നെ ദാ ഇവിടെ വീണ്ടും ഒരു പോക്കറ്റ്. അപ്പൊ ഇത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു പേഴ്സാണ്. വേണമെങ്കിൽ ഇങ്ങനെയും പിടിക്കാം, അതല്ലെങ്കിൽ കയ്യിൽ ഇങ്ങനെ പിടിക്കാം. ഇത് നല്ലൊരു മൗ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 450, 450. ഇനി നമുക്ക് ഇതില് പിന്നെ വരുന്നൊരു ഷെയ്ഡ് എന്ന് പറയുന്നതാണ് നല്ലൊരു പിങ്ക് ഷെയ്ഡ്. പിന്നെ വരുന്നൊരു ഷെയ്ഡ് നല്ലൊരു പച്ച, പിന്നെ വരുന്നത് ഒരു ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡ്. ഇങ്ങനെ 4 ഷെയ്ഡുകളിലാണ് ഈ പേഴ്സുകൾ അവൈലബിൾ ആയിട്ടിരിക്കുന്നത്. ഇതിന്റെ എല്ലാം റേറ്റ് വന്നിരിക്കുന്നത് 450, 450. ബാഗ് അല്ല, പേഴ്സ് തന്നെയാണത്. പക്ഷെ നമുക്കിത് ഷോൾഡർ ബാഗ് ആയിട്ട് ഉപയോഗിക്കാം. അങ്ങനെ സ്ലിങ്ങോട് കൂടി നീളത്തിൽ ഇടാൻ പറ്റുന്നതാണ്. ഇതാ ഫ്ലോണ്ടിറ്റിന്റെ തന്നെ കമ്പനിയാണിത്. ഇതിന്റെ ഫ്രണ്ട് സൈഡ് വന്നിരിക്കുന്നത് ഇതാ ഇങ്ങനെ ഒടിഞ്ഞൊടിഞ്ഞൊടിഞ്ഞൊടിഞ്ഞ് പിൻടെക് ഒക്കെ ചെയ്ത് വെക്കുന്നത് പോലെ അങ്ങനെ ഒടിഞ്ഞിരിക്കുന്ന ഒരു ഡിസൈൻ ആണ് ഇവിടെ. പിന്നെ ഇതൊരു ഫ്ലാപ്പ്, പ്രസ് ബട്ടൺ. അത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതില് ഇതാ സിബാണ്. സിബ് തുറന്നു കഴിയുമ്പോൾ ഇതില് കണ്ട ഒരു സെന്റർ കല്ലിയാണ്. സാധാരണ എല്ലാത്തിന്റെ ഉള്ളില് വീണ്ടും സിബല്ലേ, ഇതില് സിബല്ല. ഇതാ ഇവിടെ ഒരു കള്ളി, പിന്നെ ഇത് നീളത്തിലിടാനുള്ള സ്ലിംഗ് ആണ് കേട്ടോ. ഇനി ഈ 2 കള്ളിയും കൂടാതെ ഇതിന്റെ നടുവിലിതാ ഇങ്ങനെ ഒരു പോർഷൻ ആണ്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ നമുക്ക് സാധനങ്ങൾ വെക്കാം. ഇതിന് സിബില്ല, അടപ്പില്ല. പിന്നെ ഇത് സ്ലിങ് കൊളുത്തിടാനുള്ള പോർഷൻ ആണ്. ഇതുപോലെയാണ് ഈ ഭാഗം ഇങ്ങനെ ഒടിഞ്ഞൊടിഞ്ഞൊടിഞ്ഞ് ഇരിക്കുന്നത്. ഇത് നല്ല സോഫ്റ്റ് ആണ്, ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ബാഗാണ് ഇത്. നമുക്ക് സ്ലിംഗ് ഷോൾഡർ ബാഗ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ബാഗാണ്. എന്നാ അതങ്ങനെ ഷോൾഡർ ബാഗ് ആക്കണ്ട എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കയ്യിൽ പിടിക്കാനായിട്ടും പറ്റുന്ന ബാഗാണ് ഇത്. എന്താ പറയാ, ഒരു ഓവർ സൈസ് അല്ല ബാഗ്, നമുക്കൊക്കെ പിടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ബാഗാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 450, 450. ഇപ്പൊ ആദ്യം ഞാൻ കാണിച്ച ഈ കളർ എന്ന് പറയുന്നത് നല്ലൊരു കോഫി ബ്രൗൺ ഷെയ്ഡാണ്. ഇനി പിന്നെ വന്നിരിക്കുന്ന ഒരു ഷെയ്ഡാണ് ഇതാ ഒരു ബേബി പിങ്ക് ഷെയ്ഡ്. പിന്നത്തെ ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത് ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡാണ്. പിന്നത്തെ ഒരു ഷെയ്ഡ് ഇതാ പൗഡർ ബ്ലൂ ഷെയ്ഡാണ്. പിന്നത്തെ ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത് ഒരു ചിക്കു ഷെയ്ഡാണ്. പിന്നത്തെ ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷ് കളറാണ്. പിന്നത്തെ ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത് ഒരു ഗ്രീൻ. അപ്പോ ഇത്രയും ഷെയ്ഡുകളിലാണ് ഇങ്ങനെയുള്ള ബാഗുകൾ അവൈലബിൾ, ബാഗല്ല പേഴ്സ് അവൈലബിൾ ആയിരിക്കുന്നത്. ഇതെല്ലാം നമുക്ക് ഷോൾഡർ ബാഗ് ആയിട്ട് ഇടാൻ പറ്റുന്ന ബാഗാണ്. ഇതിന്റെ എല്ലാം റേറ്റ് വന്നിരിക്കുന്നത് 450. കാണിക്കുന്നതും ഒരു പേഴ്സ് തന്നെയാണ്. ഞാൻ ഇന്ന് പേഴ്സുകൾ കുറച്ച് അധികം കാണിച്ചത് എന്താന്ന് വെച്ചാൽ കുറെ ദിവസമായിട്ട് പേഴ്സുകൾ കാണിക്കാത്തത് കൊണ്ട് കസ്റ്റമേഴ്സ് ഒക്കെ കുറച്ച് പേഴ്സ് കാണിക്കുന്നു പറഞ്ഞത് കൊണ്ടാണ് ഇന്ന് ഞാൻ കുറച്ച് പേഴ്സുകൾ കാണിക്കുന്നത് കേട്ടോ. അപ്പം ഈ പേഴ്സ് എന്ന് പറയുന്നത് കയ്യിൽ പിടിക്കാൻ മാത്രമേ പറ്റുള്ളൂ, സ്ലിംഗ് ആയിട്ട് ഇടാൻ പറ്റുന്നതല്ല. ഇതൊരു ചെറുപയർ പച്ചയുടെ ഒക്കെ ഒരു ലൈറ്റ് ഷെയ്ഡാണ്. ഇത് ജാസ്മിൻ ബ്രാൻഡിന്റെ പേഴ്സ് ആണ്. നമുക്കിത് കാണുമ്പോൾ തോന്നും, ഇതിന്റെ ടെക്സ്ചർ ഒക്കെ കാണുമ്പോൾ തോന്നും ഇത് നെറ്റ് പോലെ ഇരിക്കുന്നത്. നെറ്റ് അല്ല, പ്രിന്റഡ് റെക്സിൻ തന്നെയാണ്. പക്ഷെ നല്ല ഫോമാണ്, നല്ല ഫോമിലുള്ള പേഴ്സാണ്. ഫോം ലെതർ എന്ന് പറയില്ലേ, അതുപോലത്തെ നല്ല ഫോമാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. നല്ല പേഴ്സാണ്. ഫ്രണ്ട് പോർഷൻ വരുന്നത് ഇതുപോലെ ഇങ്ങനെയാണ്. പ്രസ് ബട്ടൺ ഓപ്പൺ ചെയ്യുക. അപ്പോ ഇവിടെ ഒരു കള്ളിയുണ്ട്. അത് കൂടാതെ ഇതാ ഈ പോർഷനിൽ കണ്ട ഇവിടെ ഇത്രയും സ്പേസ് ഉണ്ട്. നമുക്ക് എന്റെ കൈ അങ്ങോട്ട് ഫുൾ ആയിട്ട് അതിന്റെ ഉള്ളിൽ പോകുന്നുണ്ട്, ഇത്രയ്ക്ക് സ്പേസ് ഉണ്ട്. പിന്നെ ഇതിന്റെ ഉള്ളില് വീണ്ടും ഇവിടെ ഒരു പോർഷൻ, പിന്നെ സിബ് ഇട്ട ഒരു പോക്കറ്റ്, പിന്നെ വീണ്ടും ഇവിടെ ഒരു പോർഷൻ, സിബ് ഇട്ട ഒരു പോക്കറ്റ്, പിന്നെ ഇവിടെ വീണ്ടും വേറൊരു പോർഷൻ. അപ്പൊ ഇത്ര നല്ലതുപോലെ സ്പേസ് ഉണ്ട്. നമുക്ക് മൊബൈല്, നമ്മളുടെ ആധാർ കാർഡ്, പാൻ കാർഡ് അങ്ങനെയൊക്കെ വെക്കാനോ അല്ലെങ്കിൽ എന്തൊക്കെ സാധനങ്ങൾ ഇതിൽ വെക്കണമെന്നുണ്ടെങ്കിൽ അതിൽ വെക്കാൻ പറ്റുന്ന തരത്തിലുള്ളതാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 380. ഇപ്പൊ ഞാൻ ഈ കാണിച്ചത് ചെറുപയർ പച്ചയുടെ ലൈറ്റ് ഷെയ്ഡ് ഇങ്ങനെ ഒരു കട്ടിങ്ങോട് കൂടിയാണ്. ഇനി ഇതിൽ തന്നെ അങ്ങനെ കട്ടിങ് ഇല്ല, ഇതാ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്നത്. സ്പെസിഫിക്കേഷൻ എല്ലാം സെയിം തന്നെ, ഇതിന്റെ ഈ കട്ടിങ് മാത്രമാണ് വ്യത്യാസം വന്നിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടൊരു കട്ടിങ്ങും ഉണ്ട്, ഇങ്ങനെ ചെരിഞ്ഞൊരു കട്ടിങ്ങും ഉണ്ട്. ഇതിൽ ഏത് കിട്ടിയാലും നല്ല പേഴ്സുകളാണ്. നമുക്ക് ഇതുപോലെ കയ്യിൽ പിടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന പേഴ്സുകളാണ്.
അപ്പൊ ഇനി ഇതിന്റെ കളർ ചേഞ്ചുകൾ ഞാൻ കാണിക്കാം. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 380, 380. പിന്നെ ഇപ്പൊ കാണിച്ചതിൽ ചെറുപയർ വെച്ചല്ലേ. അതെ, അടുത്ത കളർ എന്ന് പറയുന്നത് നല്ലൊരു ബ്രൗൺ കളറാണ്. ഇത് സ്ട്രെയിറ്റ് ആണ്. അടുത്തത് ഒരു ലാവൻഡർ ഷെയ്ഡാണ്. ഈ ലാവൻഡർ ഷെയ്ഡിന് ഇതുപോലെ കട്ടിങ് ഉണ്ട്. കട്ടിങ് ഉള്ളതുകൊണ്ട് സ്ട്രെയിറ്റ് ആയിട്ടുള്ളതുണ്ട്. പിന്നെ വരുന്ന ഒരു പേഴ്സ്, ഇതും ജാസ്മിന്റെ തന്നെ ബ്രാൻഡാണ്. പക്ഷെ ഡിസൈൻ ഇത്തിരി വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. സ്പെസിഫിക്കേഷൻ എല്ലാം സെയിം ആണ്. ഇതുപോലെയുള്ളൊരു ഡിസൈൻ ആണ് ഇതിന്റെ ഫ്രണ്ടിലും ബാക്കിലും വരുന്നത്. കോഫി ബ്രൗൺ ഷെയ്ഡ്. പിന്നെ എല്ലാം പറഞ്ഞതുപോലെ തന്നെ ഇതില് ഇതുപോലെ കാർഡുകൾ വെക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട്. പിന്നെ ഈ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഒരു സിബ് ഇട്ടിട്ടുള്ള ഒരു പോക്കറ്റ്. പിന്നെ ഇതിന്റെ ഉള്ളിലൊക്കെ ഇത്രയും സ്പേഷ്യസ് ആയിട്ട് തന്നെയുള്ള പേഴ്സ് ആണ്. എല്ലാ സ്പെസിഫിക്കേഷൻ ഒക്കെ സെയിം തന്നെ. എല്ലാത്തിന്റെയും റേറ്റ് വന്നിരിക്കുന്നത് 380. ഇന്ന് ഈ കാണിച്ച വീഡിയോയിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. പോസ്റ്റ് വഴിയോ കൊറിയർ വഴിയോ ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും. അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.